ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ വചനവുമായി ഒരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപയാൽ നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിൽ ആദരണീയരും അഭിഷിക്തന്മാരുമായ എല്ലാ ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരുന്ന കർത്താവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു ചിന്ത വേഗത്തിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനാധാരമായി സഭാപ്രസംഗികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. സഭാപ്രസംഗികളുടെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നുമില്ല. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യാം. ഈ വാക്യത്തിന്റെ മറ്റൊരു പരിഭാഷയിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്തവ്യങ്ങളെല്ലാം മുഴുവൻ കഴിവും ഉപയോഗിച്ച് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. വളരെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം, തനിക്ക് എന്തെല്ലാം ലഭ്യമാകാൻ സാധ്യത ഭൂമിയിലുണ്ടോ അതെല്ലാം താൻ പ്രാപിച്ചു. എന്തെല്ലാം ഈ ലോകത്തിൽ നേടാൻ പറ്റുമോ അതെല്ലാം നേടിയൊരു മനുഷ്യനാണ് ശലോമോൻ. എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായി നേടുന്നതെല്ലാം മായയാണ്. പലർക്കും ഇന്ന് അത് മനസ്സിലായി തുടങ്ങിയിട്ടേ ഉള്ളൂ. മായയാണ്. വാരിക്കൂട്ടി ഓടുമ്പം ഒന്നും തിരിച്ചറിയുന്ന പോലുമില്ല. ബന്ധങ്ങളെ പോലും അവഗണിക്കുകയല്ലേ, മനസ്സിലാകുന്നില്ല. ഓടുക, എന്തായാലും കയ്യിൽ ആ പോകുന്ന പോക്കിൽ അതും കൂടെ എടുത്തേക്കാം. പക്ഷെ അതൊന്നും പ്രയോജനമില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഈ ദൈവവചനത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു വചനമുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. മനുഷ്യ ദൈവങ്ങളൊക്കെ ഗുഹയിൽ ഓടി ഒളിച്ചപ്പോ നമ്മുടെ കർത്താവ് എങ്ങോട്ടും ഓടി ഒളിച്ചില്ല. അവൻ നമ്മുടെ കൂടെ അടുക്കൽ വന്ന് നിൽക്കുകയാ. ഞാൻ ചോദിക്കട്ടെ, ഈ ദിനങ്ങളിൽ ആ ദൈവ സാന്നിധ്യം ഒന്ന് ആഴത്തിൽ അറിയാൻ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ എന്റെ വിഷയത്തിലേക്ക് വരും. അപ്പം ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെയും ചെയ്യാൻ അവസാന സമയത്ത് ശലോമോൻ പറയുക. കാരണം ചെയ്യാൻ പറ്റുന്നതൊക്കെ കർത്താവിന് വേണ്ടി. ഈ മറ്റുള്ള പരിഭാഷ ഞാൻ വായിച്ചല്ലോ, കർത്തവ്യങ്ങളെല്ലാം മുഴുവൻ കഴിവ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. എന്നെ കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണിന്റെ മുൻപിൽ എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഞാൻ മുഴുവൻ കഴിവും ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്. ഈ ഇംഗ്ലീഷ് വാക്കില് ഒരു വാക്കുണ്ട്, നിച്ച് എന്നൊരു വാക്കുണ്ട്, NICH, നിച്ച്. ആ വാക്കിന്റെ അർത്ഥം എല്ലാ ജീവജാലങ്ങൾക്കും അവരുൾപ്പെടുന്ന സമൂഹത്തിൽ അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ടെന്ന് ആ വാക്കിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, ഞാൻ മുഖാന്തരം വിടുവിക്കപ്പെടേണ്ട ഒരാൾ ഈ ലോകത്തിൽ ഏതെങ്കിലും രാജ്യത്തിലുണ്ടെങ്കിൽ, ഞാൻ സുവിശേഷം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വിടുവിക്കപ്പെടേണ്ട ഒരാളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ അതിനു വേണ്ടി സ്ട്രെയിൻ ചെയ്യാതെ, സമയമെടുക്കാതെ, വെറുതെ ഞാൻ സമയം കളഞ്ഞാൽ നമ്മൾ നമ്മുടേതായ ഭാഗം ക്ലിയറാക്കുന്നില്ല. അതുകൊണ്ട് ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥലത്ത് എനിക്കൊരു പ്രത്യേക കോളിംഗ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. കർത്തവ്യങ്ങളെല്ലാം നമ്മുടെ വിളിക്കകത്ത് ദൈവം ഉദ്ദേശിച്ചത് മുഴുവൻ കഴിവും ഉപയോഗിച്ച് ചെയ്യണം. പകുതി മനസ്സോടെ അല്ല. ഒരു ഭക്തനായ മനുഷ്യൻ എഴുതിയിട്ടുണ്ട്: സ്വർഗം അതീവ തിരക്കുള്ളതാകയാൽ പാതി മനസ്സോടെയുള്ള പ്രാർത്ഥന ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എത്ര പ്രാർത്ഥനകൾ ദൈവം മാറ്റിയിട്ടിട്ടുണ്ടായിരിക്കും. അതിന്റെ അർത്ഥം, നമ്മുടെ കോളിങ്ങിനകത്ത് ദൈവം എന്തുദ്ദേശിച്ചിട്ടുണ്ടോ അത് മുഴുവൻ കഴിവും ഉപയോഗിച്ച് ചെയ്യണം. എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതിന്റെ പൂർണ്ണ കഴിവോടെ, പൂർണ്ണ മനസ്സോടെ ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വളരെ ശാന്തമായി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ദൈവം അതിനുള്ള അവസരം തരും, അതിനുള്ള കഴിവ് തരും, അതിനുള്ള സാഹചര്യം തരും. വിളിച്ചത് ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടേണ്ട. ആ വിഷയത്തിനകത്ത് നാം ചെയ്യേണ്ട കാര്യങ്ങളെ മനസ്സിലാക്കി തരും ദൈവം നമുക്ക്. പലപ്പോഴും നമ്മുടെ കോളിങ്ങിനെ കുറിച്ച് നമുക്കൊരു ഉറപ്പ് വരാത്തത് കൊണ്ടാണ് എന്താ ചെയ്യേണ്ടതെന്നറിയാം. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കോളിംഗ് നാം 100% വിശ്വസ്തരാണെന്ന് പറയാൻ പറ്റുമോ? അതിനൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാണ്. എന്നെ ഏൽപ്പിച്ച എന്തെങ്കിലും ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ടോ? എനിക്ക് ചെയ്യേണ്ടത് എന്തെങ്കിലും ഞാൻ മാറ്റിയിട്ടിട്ടുണ്ടോ?
എനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക ഉത്തരവാദിത്തങ്ങളിൽ നമുക്കൊരു കർത്തവ്യമുണ്ട്. ഭൗതിക ഉത്തരവാദിത്തങ്ങൾ വേദപുസ്തകത്തിൽ പലരുടെ റോളുകളുണ്ട്. ഞാൻ എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മകൾ എന്ന രീതിയിൽ, ഒരു അമ്മ എന്ന രീതിയിൽ, ഒരു മരുമകൾ എന്ന നിലയിൽ. അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. ഒരു സഹോദരി എന്ന നിലയിൽ, അമ്മായി അമ്മ എന്ന നിലയിൽ, ഇതെല്ലാം പല കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കതിനകത്ത് ഒരു മരുമകൾ എന്ന നിലയിൽ വേദപുസ്തകത്തിലുള്ള ഒരു ഭാഗം ഒന്ന് ജസ്റ്റ് ചൂണ്ടിക്കാണി. ഈ മരുമകൾ എന്ന നിലയിൽ ഇന്ന് വലിയ ഇഷ്ടമില്ലാത്തൊരു പദവിയാണ് പലർക്കും. എപ്പോഴും ഒരു ക്ലാഷിന്റെ വക്ക് നിൽക്കുന്ന ഒരു അനുഭവമായി. യൂത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി. ബോവസ് രൂത്തിനെ കുറിച്ച് കേട്ട ഒരു കാര്യം ഇതാ: നിന്റെ ഭർത്താവ് മരിച്ച ശേഷം നിന്റെ അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തതൊക്കെ. ആ ഒരു വാക്യം ഞാൻ ഒത്തിരി ചിന്തിച്ചു. കാരണം ഭർത്താവ് ജീവനുള്ളപ്പം ഭർത്താവിനെ നിർബന്ധിച്ച് അമ്മയും അപ്പനെയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോകുന്ന കാലമായിരുന്നു. ഓൾഡ് ഏജ് ഹോമിലോട്ട് കൊണ്ട് ഇട്ടേച്ച് വേഗം തിരിച്ചു വരാൻ റെഡിയായി നിൽക്കുന്ന ഭാര്യയും ഭർത്താവുമാണ് ഇപ്പം മുഖ്യം. അപ്പൊ അതിനിടയിൽ മരിച്ചുപോയി ഭർത്താവ്, എന്നിട്ടും ആ അമ്മയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെയും ഒരു പട്ടണത്തിൽ പ്രസിദ്ധമായി എന്ന് പറയുന്നെങ്കിൽ ആ സ്ത്രീ എത്രമാത്രം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ ജയിച്ചു എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ എന്നെ ഒരു റോളിൽ ദൈവമാക്കിയിട്ടുണ്ട് എൻ്റെ കുടുംബത്തിനകത്ത്. അതിൽ ഞാൻ വിശ്വസ്തയല്ലെങ്കിൽ പ്രസംഗിക്കാൻ ഇപ്പൊ എനിക്ക് എന്നാ കുഴപ്പം? എന്നെ കുറിച്ചുള്ള സാക്ഷ്യം വീടിനകത്തില്ലെങ്കിൽ പിന്നെ ഞാൻ പ്രസംഗിക്കുന്നതിൽ എന്നാ അർത്ഥം? എൻ്റെ കോളിങ് എനിക്ക് വീട്ടിൽ, എൻ്റെ കോളിങ്ങിൽ ഞാൻ റൈറ്റ് ആണോ? ഞാനൊരു അമ്മ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു അമ്മാവിയമ്മ എന്ന നിലയിൽ എന്നിൽ ദൈവം ഉദ്ദേശിക്കുന്ന ആ കോളിങ് ഞാൻ അംഗീകരിക്കുകയും അതിനനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യാതെയും ഇരുന്നിട്ട് സ്വത്രം പറഞ്ഞാൽ കർത്താവ് അതിനകത്ത് ഒരു വിലയും തരികയില്ല. ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ കോളിങ്ങിനോടുള്ള ബന്ധത്തിൽ വിശ്വസ്തരായി ചെയ്യുന്നില്ലെങ്കിൽ നാം കണക്ക് പറയേണ്ടി വരും. അത് ഭൗതികമായ ബന്ധങ്ങളോടുള്ള വിഷയത്തിലാണ്. ഞാനത് അവിടെ നിർത്തുകയാണ്. രണ്ടാമത്, പ്രാർത്ഥനയിൽ നമ്മുടെ കോളിങ്ങിനനുസരിച്ച് നാം പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ളതൊരു നിസ്സാരമായ കാര്യമല്ല. പ്രാർത്ഥനയിൽ നമ്മൾ എത്രമാത്രം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ ഏൽപ്പിച്ച കർത്തവ്യമാണെന്നുള്ള ഉത്തരവാദിത്തത്തിൽ നാം ചെയ്യാൻ റെഡിയാണ്. നമ്മുടെ കോളിങ്ങിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രാർത്ഥനയിൽ നാം വിശ്വസ്തരല്ലെങ്കിൽ ചിലരുടെ ജീവൻ നഷ്ടത്തിലാണ്. ചിലരെ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ വീഴ്ച വരുത്തിയാൽ ആ ഭാഗം ഗ്യാപ്പായി കിടക്കുക. അതിലൂടെ ശത്രുവിന് പ്രവേശിക്കാൻ കഴിയും. ചിലരുടെ ജീവിതം തകിടം മറിയുന്നതിന് തൊട്ടു മുൻപ് സ്വർഗം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയെ മുട്ടി വിളിക്കുന്നു എന്നൊരു വിഷൻ നമ്മുടെ അകത്ത് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കോളിങ്ങിൽ നാം പൂർണ്ണമായി കഴിവുകൾ ഉപയോഗിക്കൂ. പ്രാർത്ഥനാ മുറിയിൽ അലസമായിരുന്ന് എങ്ങനെയും ഈസിയായ ഒരു ജീവിതം നയിക്കാനാണോ നമ്മെ ദൈവം തെരഞ്ഞെടുത്തത്? എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയും എനിക്കതൊന്നും ചെയ്യണ്ട. നോ, നമ്മുടെ കോളിങ്ങിനകത്തുള്ള ഡ്യൂട്ടീസ് പൂർണ്ണ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സുവിശേഷീകരണത്തിലും ഇതുപോലെ തന്നെയാ. ദൈവം നമ്മെ ഏൽപ്പിച്ച നമുക്കറിയില്ലാതെ പോയാൽ പ്രാർത്ഥന കൂടാതെ ഒരു സുവിശേഷീകരണമില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മളോട് ഇടപെടുന്ന എത്രയോ പേർ ഈ ദൈവസ്നേഹത്തെ അറിഞ്ഞിട്ടില്ലാത്തവരുണ്ട്. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന സഹോദരി അല്ലെങ്കിൽ അവിടെയുള്ള പ്രിയപ്പെട്ടവർ, അവർക്ക് കർത്താവിനെ അറിയാൻ ബോംബെ വന്നിട്ട് പ്രയോജനമില്ല, യോഗിച്ചോ വന്നിട്ട് പ്രയോജനമില്ല. ബോംബെ ഇപ്രാവശ്യം വരുമ്പോ കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ഇവരെ മൈൻഡ് ചെയ്യുവോ? ബോംബെ 24 മണിക്കൂറും എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരിയെ കുറിച്ച് എനിക്കറിയാം. അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എനിക്കറിയാം. അവർ കടന്നു പോകുന്ന വേദനയേറിയ അനുഭവങ്ങൾ എനിക്കറിയാം. പ്രാർത്ഥനാ മുറിയിൽ അവരെ ആത്മാവിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കോളിങ്ങിൽ നാം റെസ്പോൺസിബിൾ ആണോ? ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയിട്ട് നാം പ്രസംഗിക്കുന്നതിൽ എന്താണ്? ദൈവം നിങ്ങളെ ആക്കിയ സ്ഥലത്ത് മറ്റൊരാളെ മാറ്റാൻ ദൈവത്തിന് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് യോനയുടെയൊക്കെ പുറകെ ഇങ്ങനെ കർത്താവ് നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളവർക്ക് യോനയുമായിട്ട് എന്തോ വലിയ പ്രശ്നം, ഒരു പ്രശ്നവും അല്ല. അവൻ നല്ല മനുഷ്യനാണെന്ന് കർത്താവിനറിയാം. അവർ തമ്മിലുള്ളൊരു ഭയങ്കര ആഴമേറിയ ബന്ധമാണ്.
ആ ബന്ധത്തിൽ നിന്ന് ഇവന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത്. മോനെ നീ പറ, അല്ല വേറൊരാളെ എടുക്കാനില്ലേ? നിങ്ങളെക്കാൾ എന്നേക്കാൾ യോഗ്യരായ പലരും ഈ ലോകത്തിലുണ്ട് കേട്ടോ. അവരെ മാറ്റി നിർത്തിയിട്ട് കുടുംബങ്ങൾക്കകത്തൂന്ന് ദൈവം ഓരോരുത്തരെ പെറുക്കിയെടുത്ത് കൃപയിൽ നിർത്തിയതിന്റെ അർത്ഥം നിങ്ങൾക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് കണ്ടിട്ടാണ്. ആ ഡ്യൂട്ടിയിൽ നാം പരാജയപ്പെട്ടാൽ പിന്നീട് നാം പറയുന്നതിനൊന്നും ദൈവം വലിയ വില കൽപ്പിക്കില്ല. ദീർഘവർഷങ്ങളിലെ സുവിശേഷീകരണത്തിനും പ്രാർത്ഥനയിലും മടുപ്പ് വന്ന് ചെയ്യേണ്ടത് ചെയ്യാതെ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടത് പ്രയോജനപ്പെടാതെ, സ്വന്തം ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ മാനസികമായ ഇഷ്ടങ്ങൾക്ക് മാത്രം മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്ന ഒരു ജീവിതം നയിക്കാൻ നാം ആഗ്രഹിക്കരുത്. ഈ ദിനങ്ങളിൽ എനിക്ക് മനസ്സിലാകുന്നത്, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയിൽ ഞാൻ കുറെ കൂടെ ഉത്തരവാദിത്വമുള്ളയാളാവണം. പ്രാർത്ഥനാ മുറികളിൽ വിശ്വസ്തരായ ചുരുക്കം ചിലരേ ഉള്ളൂ. ഒഴുക്കൻ മട്ടിലുള്ള പ്രാർത്ഥന, സീരിയസ് ആയ പ്രാർത്ഥന. ഞാൻ ചോദിക്കട്ടെ, 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. നമ്മൾ കർത്താവിനോട് എപ്പോഴും പറയുന്നത്, ഞാൻ പലരോട് ചോദിക്കും, നിങ്ങളുടെ പ്രയോറിറ്റി എന്നാ? എന്റെ പ്രയോറിറ്റി കർത്താവാ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം. എന്റെ ജീവിതത്തിൽ കർത്താവിനെ കഴിഞ്ഞ് എനിക്ക് ഒന്നുമില്ല. ഗ്ലോറി. ശരിയാ, 24 മണിക്കൂറിന്റെ ആ ചാർട്ട് എടുത്തു വെച്ച് നോക്കിയിട്ട് എത്ര സമയം കർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അത് പറ്റിയില്ല. പിന്നെ എന്നാ പ്രയോറിറ്റി എന്നാ? കിടക്കയിലിരുന്ന് പോലും ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയല്ലേ പ്രാർത്ഥന? ദൈവത്തോട് പറയണം, കർത്താവേ, എന്റെ കോളിങ്ങിൽ നീ എന്നെ കുറിച്ച് ഉദ്ദേശിച്ച റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ വീഴ്ച വരുത്തിയിട്ടുണ്ട്. നാളെ പ്രഭാതത്തിൽ എഴുന്നേക്കാൻ പറ്റുമെന്ന് അറിയാം. അപ്പൊ ദൈവം നമ്മളെ ആയുസ് നീട്ടി തന്നത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യണ്ടേ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ മുറിയിൽ എന്റെ ഡ്യൂട്ടി ദൈവം ഉദ്ദേശിച്ചത് ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ വിളിയിൽ നമ്മുടെ സുവിശേഷീകരണം എന്ന ദൗത്യവും കൂടെ ഉണ്ട്. ആ കോളിങ്ങും, ഡ്യൂട്ടീസ് ഓഫ് ദൈ കോളിംഗ്, ആ വിളിയിൽ ഞാൻ ക്ലിയർ ആണ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാകാത്ത പലരെയും ദൈവം ഉപയോഗിക്കാൻ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പടകിലൂടെ കർത്താവിന്റെ കൂടെ പോകുന്ന ചരിത്രം നമുക്കറിയാം. ഈ സുവിശേഷകരായ 12 അപ്പോസ്തലന്മാര്, നമുക്ക് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അറിയാം, ശരിക്കും അപ്പമൊക്കെ കഴിച്ചു. ഒരു 2-3 ദിവസമായിട്ട് ഫാസ്റ്റിങ് കഴിഞ്ഞേച്ച് നുറുക്കി കൊടുത്ത് ഓരോ കൊട്ട തലേ വെക്കാനും കൂടെ ബാക്കിയും കൂടെ കിട്ടി. നമുക്കറിയാം, അതും തലയിലൊക്കെ വെച്ച് ഇവര് ഓർത്ത കാര്യം, 3 ദിവസം പട്ടിണിയായിരുന്നു, ഇനി അടുത്ത 3 ദിവസം സുഖമായിട്ട് കഴിക്കാം എന്നുള്ള താല്പര്യത്തിൽ ഇരുന്നപ്പോ കർത്താവ് പറഞ്ഞു, കൊട്ടയപ്പമൊക്കെ അവിടെ ഇട്ടേച്ച് പടകിലോട്ട് കയറിക്കോളാം. ഈ ഒരു ചെറിയ അത്ഭുതം കൊണ്ട് ഒതുങ്ങേണ്ടവരല്ല നിങ്ങൾ. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റ് ചിലതിനു വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. ഇവരെ നിർബന്ധിച്ച കൊണ്ടുപോകണം, അല്ലൊരു പോയല്ല. പക്ഷെ കർത്താവിന്റെ മനസ്സിലൊരു പദ്ധതിയുണ്ട്. ഈ യാത്രയുടെ ഒരു ഉദ്ദേശം പത്രോസിനെ ശുശ്രൂഷ പഠിപ്പിക്കുക എന്നുള്ള, പത്രോസിനൊരു നിയോഗം കൊടുക്കുക, അതവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ പ്രധാനമായ ഒരു കാര്യം പറയാനാണ് ഞാൻ. സുവിശേഷീകരണത്തിൽ നാം പ്രതീക്ഷിക്കാത്ത ചില കാറ്റുകൾ അടിക്കുമ്പോൾ, നാം പ്രതീക്ഷിക്കാത്ത ചില ഓളങ്ങളും തിരമാലകളും നമ്മെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ, അർത്ഥം മനസ്സിലാകുന്നില്ലെന്നോർത്ത് ആ യാത്ര വേണ്ടെന്ന് വെക്കൽ. നിങ്ങളുടെ വിളിക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന ചിലതിനെ നിങ്ങൾ അവഗണിക്കരുത്. ഈ യാത്രയുടെ അവസാനത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാവുന്ന കർത്താവാണ് നിങ്ങളെ നയിക്കുന്നത്. നിങ്ങളുടെ വിളിക്കകത്ത് മുഴുവൻ കഴിവ് ഉപയോഗിച്ച കർത്തവ്യം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം ഈ 12 പേരെന്റെ കൂടെ ഇരിക്കുകയാണ്. ഇവരെ വിളിച്ചിരിക്കുന്നത് സുവിശേഷീകരണത്തിനാണ്. ഞാൻ ഉള്ളപ്പോഴല്ല ഇവർ പോകുന്നത്. ഞാൻ ഉള്ളപ്പോഴും ഇവർ ചെറുതായിട്ട് പോലും, ഞാൻ പോയതിനു ശേഷമാണ് പത്രോസിന്റെ നേതൃത്വത്തിൽ ഇവർ പോകാനിരിക്കുന്നത്. ഇവരെ ഞാൻ സഞ്ചരാക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഗദരദേശത്ത് ഇവരെക്കാൾ ഇപ്പോൾ പ്രയോജനപ്പെടേണ്ട ഒരു സുവിശേഷകനുണ്ട്. 10 പട്ടണങ്ങൾ, ദക്കപ്പൊരി നാടെന്ന് പറഞ്ഞ 10 പട്ടണങ്ങൾ ചേർന്നതാണ്. ആ പട്ടണങ്ങളെ ഇപ്പോൾ തന്നെ സുവിശേഷീകരിക്കുവാനുള്ള ഒരു സുവിശേഷകനെ രൂപപ്പെടുത്താനാണ് ഞാൻ ഈ പോകുന്നതെന്ന് കർത്താവിനറിയാം. കാറ്റും കോളും കാണുമ്പോൾ ദൗത്യം ഉപേക്ഷിക്കരുത്. നിങ്ങൾ അറിയാത്ത ചിലത് ദൈവത്തിന് അവിടെ ചെയ്യിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം ഏൽപ്പിച്ച കർത്തവ്യങ്ങളിൽ നാം വിശ്വസ്തരാണ്. ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ ചെയ്യണം. ആർക്കെങ്കിലും വേണ്ടി ചെയ്ത് എന്തെങ്കിലും ഒപ്പിച്ചു പോകാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാ മുറിയിലാണെങ്കിലും, സുവിശേഷീകരണത്തിലാണെങ്കിലും, കൊടുക്കുന്നതിലാണെങ്കിലും,
കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിൽ ഭൗതികമായി ദൈവം നമ്മെ ഏൽപ്പിച്ച ഡ്യൂട്ടീസിലാണ് ദൈവത്തിന്റെ ഇഷ്ടം അത് തിരിച്ചറിഞ്ഞ് കർത്തവ്യങ്ങൾ മുഴുവൻ കഴിവുപയോഗിച്ച് ചെയ്യാൻ നമുക്ക് ദൈവകരങ്ങളിലൊന്ന് സമർപ്പിക്കാം. എന്തെങ്കിലും ചെയ്ത് ആരെയെങ്കിലും പ്രസാദിപ്പിക്കാനല്ല, കർത്താവിനിൽ പ്രസാദിക്കുന്നുണ്ടോ? എന്റെ ക്രിസ്ത്യ ജീവിതത്തിൽ കർത്താവ് പ്രസാദിക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം വ്യർത്ഥമായി തീരും. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് തുലനം ചെയ്യാൻ, ഒന്ന് നോക്കാൻ, മറ്റൊരാളെ നോക്കി കമ്പയർ ചെയ്ത് ജീവിതം കളയല്ലേ. എന്നെ കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന് വ്യത്യസ്തമാണ്. എന്റെ കോളിംഗ് വേറെയാണ്. 100 കണക്കിന് സഹോദരിമാരുണ്ടെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിലും ദൈവദാസനെ നിങ്ങളുടെ വിളി സ്പെഷ്യലാണ്. നിങ്ങളെ കൊണ്ട് മാത്രം ചെയ്യിക്കാൻ പറ്റുന്ന ചിലത് ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചേ പറ്റൂ. അടുത്ത തലമുറ നമ്മെ നോക്കി നിൽക്കുക. നമ്മിൽ നിന്ന് ചിലത്, ഞാൻ ചോദിക്കട്ടെ, വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടല്ലേ നമ്മൾ ഓടുന്നത്? കഴിഞ്ഞകാല പിതാക്കന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഓടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ നോക്കി ഊർജം ഏറ്റെടുക്കേണ്ട ഒരു കൂട്ടം തലമുറകൾ നമ്മുടെ പിന്നാലെ വരുന്നു എന്നൊരു ചിന്ത നമ്മുടെ അകത്തുണ്ടാകും. ഈ വചനത്തിന്റെ മുൻപിൽ നമുക്ക് സമർപ്പിക്കാം. ചെയ്യുവാൻ സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ ചെയ്യുവാൻ, മുഴുവൻ കർത്തവ്യങ്ങളും മുഴുവൻ കഴിവ് ഉപയോഗിച്ച് ചെയ്യുവാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.